بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. صدق الله العلي العظيم. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. أحسنت. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ബഹുമാന്യനായ ഗസ്റ്റ് നഹാസ് മാള സാഹിബ്, അതുപോലെ ഇന്ന് പരിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കുന്ന ഡോക്ടർ ഹബീബുർ റഹ്മാൻ, ബഹുമാന്യരായ ഈ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുവാനും ആശംസകൾ അർപ്പിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഒരു മനുഷ്യന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പദവിയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഹാഫിളാവുക എന്ന് പറയുന്നത്. ഗ്രൂപ്പിൽ ഡോക്ടർ ഹബീബ് സൂചിപ്പിച്ച പോലെ ഇതുവരെ ലഭിച്ച ഏതൊരു ഡിഗ്രിയേക്കാളും ഞാൻ വിലമതിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച ലഭിക്കാൻ പോകുന്ന ആ ഒരു പദവിയാണ് എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ശരിയായ ഒരു പറച്ചിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറം ഇനി അവന് എന്താണ് അള്ളാഹുവിൻ്റെ കിതാബിനെ സംരക്ഷിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ നിലനിന്നത് ഹാഫിദുകളിലൂടെയാണ്. ഹിഫ്ള് എന്ന് പറയുന്നത് ഫർള് കിഫായയാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മേലും നിർബന്ധമില്ല, പക്ഷേ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. മയ്യത്ത് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഹിഫാദുകളിലൂടെ, ഹാഫിലിങ്ങളിലൂടെയാണ് നിലനിന്നത്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണാർത്ഥത്തിൽ ക്രോഡീകരിക്കപ്പെടാൻ കാരണം ഒരു യുദ്ധത്തിൽ ഹാഫിലുകൾ ഒരുപാട് പേര് ഷഹീദായതാണ്. അതുകൊണ്ട് ഹാഫിലുകളിലൂടെ നിലനിന്ന, ഹിഫ്ലിലൂടെ നിലനിന്ന, ഖിറാഅത്തിലൂടെ നിലനിന്ന, ഓർമ്മശക്തിയിലൂടെ നിലനിന്ന ഈ ഗ്രന്ഥത്തിൻ്റെ ആ ഒഴുക്കിൽ ഒരു കൈതാങ്ങ് കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമ്മളെയും കൂടി തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഹിഫ്ള് പഠിക്കുന്ന സമയത്ത് ബഹുമാന്യരായ പഴയകാല ഞങ്ങളെ ഉസ്താദുമാർ പ്രത്യേകമായിട്ട് പറയുമായിരുന്നു, ഹിഫ്ളിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്ന പ്രത്യേക പദവിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഓർമ്മശക്തി ഉണ്ടായതുകൊണ്ട് മാത്രം ഹാഫിളാവണമെന്നില്ല.
ഒരു മനുഷ്യൻ ഖുർആൻ ഓതാൻ കഴിവുള്ളവനാണ്, തജ്വീദ് അറിയുന്നത് കൊണ്ട് മാത്രം ഹാഫിൽ ആവണമെന്നില്ല. അത് അള്ളാഹു സുബ്ഹാനഹു ഓർമ്മശക്തിയും അതിനുള്ള പരിശ്രമവും കഴിവും ഒക്കെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നിച്ച് ഒരു മനുഷ്യന് കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നതാണ് ഹിഫ്ള് എന്നാണ് അന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത്. അത്തരം ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ ഉള്ളത്. ദിക്ർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഹിഫ്ള് ആക്കാൻ സാധിക്കാതെ പോയ ആളുകൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഹിഫ്ളൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ, എന്നാൽ ഹിഫ്ള് എന്ന സ്വപ്നം, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കാഡമി തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു, 6ാമത്തെ വർഷത്തിലെത്തി. ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഹബീബ് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഇതുവരെയായിട്ട് 3ാമത്തെ ഹാഫിലാണ് ഈ മുതിർന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന്, അക്കാഡമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന. ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരാൾ ഒരു പേജെങ്കിലും പഠിച്ചാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അൽഹംദുലില്ലാ 15ാമത്തെ ഹാഫിലാണ് അക്കാഡമിയിൽ ഡോക്ടർ ഹബീബ്. മുതിർന്നവരുടെ കൂട്ടത്തിൽ 3ാമത്തതാണ്. അതല്ലാതെ നമ്മൾ 12 കുട്ടികൾ ഹാഫിലുകളായിട്ടുണ്ട്. അക്കാഡമി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഓൺലൈൻ മദ്രസ, ഇംഗ്ലീഷ് മീഡിയം മദ്രസയും ചെയ്യുന്നുണ്ട്. അതും അൽഹംദുലില്ലാ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പുറമെ തജ്വീദ് കോഴ്സുകളുണ്ട്, ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന 1 വർഷത്തെ കോഴ്സുകളുണ്ട്. എല്ലാം കൊണ്ടും അൽ ദിക്ർ അക്കാഡമി അൽഹംദുലില്ലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ റമദാനിലും നമ്മൾ തജ്വീദ് പഠിപ്പിക്കാനോ ഹിഫ്ളോ എന്തെങ്കിലും ആയിട്ട് ഒരു ഫ്രീ കോഴ്സ് എല്ലാവർക്കും വേണ്ടി നടത്താറുണ്ട്. അതിലൊക്കെ ധാരാളം ആളുകൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബ് സാഹിബിൽ നിന്ന് നമ്മൾ ഖിറാത്ത് കേൾക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അവസാനമാണ്. അപ്പോൾ നമ്മളുടെ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് പോകുമ്പോൾ ആദ്യത്തെ 3 ജുസ്, താഴെയിലെ 3 ജുസ്, അമ്മ ജുസ്, തബാറക ജുസ്, ഖദ്സമി ജുസ് ആദ്യം തന്നെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരാറാണ്. അപ്പൊ അങ്ങനെ അൽബക്കറ മുതൽ താഴേക്ക് വന്ന് ഇപ്പോൾ സൂറത്തുൽ ഹദീദിലാണ് അവസാനിക്കുന്നത്. സൂറത്ത് ഹദീദിന്റെ അവസാനത്തെ പേജാണ് ഇന്ന് റിസൈറ്റ് ചെയ്യാനുള്ളത്, ഇന്ന് ഓതാനുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹം ഓതി കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഡോക്ടർ ഹബീബിൽ നിന്ന് അവസാനത്തെ ഭാഗം കേൾക്കാം. അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനുള്ളവർക്കൊക്കെ സംസാരിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് നമ്മളെ ഷെയ്ഖ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? അതിനനുസരിച്ച് ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലല്ലോ. ഷെയ്ഖ് അഹമ്മദ് മൗജൂദ് അല്ല തോന്നുന്നു അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് എൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം കൂടുതൽ ഓതിയത്. പിന്നെ അവസാനമായപ്പോ ഷെയ്ഖ് അഹമ്മദ് അൽ അത്തിയ, ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഷെയ്ഖ് നമ്മുടെ കൂടെ മുതിർന്നവർക്ക് ഹിഫ്ള് പഠിപ്പിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തും അവസാനമായപ്പോൾ ഓതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വരുമെന്ന് വിചാരിച്ച് ഞാൻ ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്താണ്. ലീവൊന്നും പറഞ്ഞിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഡോക്ടർ ഹബീബ് അവസാനത്തെ പേജിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. ولقد أرسلنا نوحا وإبراهيم وجعلنا في ذريتهما النبوة والكتاب فمنهم مهتد وكثير منهم فاسقون. ثم قفينا على آثارهم من رسلنا
ثم قفينا على آثارهم من رسلنا وقفينا على وقفينا وقف ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله ما كتبنا عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون بها ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم صدق الله العظيم. بارك الله فيك. الله. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. മൗലവി ഉസ്താദ് ഒന്ന് എക്സിറ്റ് ആയി റീജോയിൻ ചെയ്തിട്ടുണ്ട്. ഉസ്താദ് ഓതി കഴിഞ്ഞോട്ടോ. അവസാനത്തെ രണ്ടായത്തും കൂടെ ഒന്ന് ഓതി, ഞാനതില് മിസ്സായി. അതെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم لكي لا يعلم أهل الكتاب لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. بارك الله فيك. أحسنت ما شاء الله. تقبل الله منا ومنك يا شيخ. بارك الله فيك. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇത് എപ്പോഴും എന്നും നിലനിർത്താൻ നാളെ പരലോകത്ത് ഹാഫിലീങ്ങളോട്, ഖുർആൻ ഹിഫ്ളുള്ളവരോട് അള്ളാഹു പറയും, നീ ഓതിയിട്ട് കയറിപ്പോയിക്കോന്നു. അങ്ങനെ ഓതിയിട്ട് ഹിഫ്ളുള്ള അത്രയും ഓതിയിട്ട് സ്വർഗത്തിലേക്ക് പടി കയറി അങ്ങനെ പോവാം. എപ്പോഴാണോ ഹിഫ്ള് അവസാനിക്കുന്നത് അതുവരെ കയറി പോവാന്നാണ് പറയുന്നത്. ആ ഉയരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് നിലനിർത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വശം. അത് നൈരന്തര്യം കൊണ്ട് മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ. വേറൊരു ഷോർട്ട് കട്ടുകളോ കുറുക്കു വഴികളോ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തആഹദു എന്നാണ്. ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുള്ളൂ. ഹാഫിലീങ്ങളുടെ ഏറ്റവും കുറഞ്ഞ ടാർഗറ്റ് ഒരു ദിവസം ഒരു ജുസാണ് ഏറ്റവും കുറഞ്ഞത്. സഹാബികളൊക്കെ 4-5 ജുസൊക്കെയാണ് ഒരു ദിവസം ഓതിയിരുന്നത്, മറക്കാതിരിക്കാൻ. ഏറ്റവും കുറഞ്ഞ ടാർഗറ്റ് ഒരു ജുസാണ് ഹാഫിലീങ്ങളുടെ. പാർത്ഥത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം.
അസ്സലാമു അലൈക്കും ഷെയ്ഖ്. ഷെയ്ഖ് ജോയിൻ ചെയ്തിട്ടുണ്ട്. عليكم ഷെയ്ഖ് السلام അഹമ്മദ്, ورحمة الله. احنا كنا ننتظرك شوي بس بعدين لما تأخرت أنا خلص هذاك. الإنترنت كان فيه مشكلة عندنا إن شاء الله. زين الحين خلص أنت باغي هو اقرأ مرة ثانية ولا هو خلص الحين؟ ما شاء الله، بارك الله فيه وتقبل الله منه، وأسأل الله أن يكرم كل الحاضرين والسامعين بحفظ كتابه، وأن يجعل ذلك في ميزان القائمين وحسناتنا جميعا. وأبارك وأهنئ أخي الدكتور حبيب على ختم القرآن، وأنصحه بتعهد المراجعة، فليست العبرة في حفظ القرآن، العبرة في المداومة على حفظه حتى نلقى الله ونفوز الفوز الكبير، فهذا أجر عظيم، نسأل الله الثبات حتى الممات، وجزاكم الله خيرا. ബാറക്കല്ലാഹ് യാ ഉസ്താദ്. ഒരു മനുഷ്യന്റെ എത്ര ബുദ്ധിശക്തിയുണ്ട്, കഴിവുണ്ട് എന്നുള്ളതല്ല പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം, മറിച്ച് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക എന്നുള്ളതും അത് നിലനിർത്തുക എന്നുള്ളതാണ് ഷെയ്ഖ് ഒറ്റ വാക്കിൽ പറഞ്ഞത്. ഷെയ്ഖ് മുംകിൻ انت يجي شوية في كاميرا؟ حاضر. ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ നല്ലൊരു മുഹൂർത്തത്തിലാണുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനായ ഗസ്റ്റ് ഡോക്ടർ നഹാസ് മാള, അദ്ദേഹമാണ് ആശംസകൾ അർപ്പിച്ച് കൊണ്ട് സംസാരിക്കുന്നത്. രണ്ടു കൂട്ടർക്കും, ഡോക്ടർ ഹബീബിനും ഡോക്ടർ നഹാസിനും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. എഡ്യൂക്കേഷണൽ ഫീൽഡിലുള്ളവരാണ്, ഖുർആനോട് താല്പര്യമുള്ളവരാണ്. ഓൾമോസ്റ്റ് നഹാസ് സാഹിബും ഹാഫിളാണെന്നാണ് എൻ്റെ ധാരണയിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഹബീബ് സാഹിബിന് ഒരു എന്താ പറയുക, ആശംസ അർപ്പിക്കാൻ ഏറ്റവും അർഹിച്ച ഒരാളാണെന്നുള്ള അർത്ഥത്തിലാണ് നഹാസ് സാഹിബിനെ നമ്മൾ വിളിക്കുന്നത്. നഹാസ് സാഹിബ്, നീ നിങ്ങൾ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ഏറെ പ്രിയപ്പെട്ട ഹബീബ് സാഹിബ്, റഹ്മത്ത് സാഹിബ്, ഈ അൽ ദിക്ർ അക്കാഡമിയിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്. കേൾക്കാം. ഓക്കെ. ചില നിമിഷങ്ങളിൽ നമ്മൾ ഈ പ്രസംഗവും പ്രഭാഷണമൊക്കെ തയ്യാറായി വരിക എന്നുള്ളത് അഭംഗിയായിട്ട് മാറും. അത്തരത്തിലൊന്നാണ് ശരിക്കും ഈ സമയത്ത് നമ്മൾ എന്ത് പറയണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ആലോചന എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഹബീബ് സാഹിബിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിന്റെ, അവന്റെ ദീനിന്റെ ഹിദ്മത്തിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആദ്യമായി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ അറിവിൽ, അദ്ദേഹത്തിന്റെ ഈ ഒരു ശ്രമത്തിൽ കൂടുതൽ സ്ഥിരതയും അതുപോലെ തന്നെ നൈരന്തര്യവും എല്ലാം നൽകി അദ്ദേഹത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം മാന്യനായ റഹ്മത്ത് സാഹിബ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താണ്, ഒരു ബ്രെയിൻ ചൈൽഡ്, ഒരു പെറ്റ് പ്രൊജക്ട് എന്നൊക്കെ പറയുമല്ലോ നമ്മള്. അദ്ദേഹത്തിന്റെ ഒരു റിജാലുൽ മജാലും അതുപോലെ തന്നെ മജാലുൽ റിജാലും രണ്ടും ഉണ്ട്. ചില ആളുകളുടെ പ്രത്യേക മേഖലകളും ചില മേഖലകൾക്ക് പ്രത്യേകമായി ചില ആളുകളും.
അപ്പോ ഓരോരുത്തരുടെയും വളരെ പ്രധാനപ്പെട്ട എനർജി കണ്ടറിഞ്ഞ് ഓരോരുത്തരും മാറ്റിവെച്ച് സമൂഹത്തിനായി വളരെ യുണീക്കായ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്ന അൽദിക്ർ അക്കാഡമിയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെ മക്കൾ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അൽദിക്ർ അക്കാഡമിയുടെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അടുത്ത് നിന്ന് കാണാനും അറിയാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തെയും അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മുടെ എല്ലാം മീസാനിൽ കനം തൂകുന്ന നല്ല ഹസനാത്തുകളുടെ കൂട്ടത്തിൽ ഈ ശ്രമത്തെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആൻ പഠനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെ റഹ്മത്ത് സാഹിബ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തുടങ്ങി വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ എൻ്റെ സൗദി യാത്രയിലാണ് യമാമയിലേക്ക് പോയത്. ശരിക്കും യമാമ എന്നുള്ള പ്രദേശം റിയാദിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ റിയാദിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്. അപ്പോ യമാമ തബൂക്കിലും മറ്റുമൊക്കെ യഥാർത്ഥത്തിൽ യുദ്ധത്തിനും മറ്റുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും യമാമ പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് അത്ര ദൂരം സഞ്ചരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു യുദ്ധം, ശരിക്കും പറഞ്ഞാൽ നിലയ്ക്ക് ഒരു യുദ്ധമാണ്. ബനു ഹനീഫ ഗോത്രം പൂർണ്ണമായി മുസൈലിമയുടെ പേരൊക്കെ നല്ല രസമാണ്. ഹബീബിന് ഉമർ എന്നൊക്കെ ഉള്ള നല്ല സൂപ്പർ പേരാണ്. ശരിക്കും മുസൈലിമ ഒരു കെസാബായ ഒരു വ്യാജ പ്രവാചകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ വ്യാജ പ്രവാചകത്വം ഒരാൾ എടുത്തണിയുന്നു. വ്യാജ പ്രവാചകയായ ഒരാൾ അയാളുടെ ഭാര്യയായി ഉണ്ടാകും. അങ്ങനെ അവര് തമ്മിൽ യോജിപ്പിക്കുന്ന ഘടകം വ്യാജമാവുക എന്നുള്ളതാണ്. അപ്പൊ വ്യാജമാകുന്ന ഒരു പ്രവാചകത്വം ഒരാള് എന്തൊക്കെ പറഞ്ഞോട്ടെ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കരുതാവുന്നൊരു, വേണമെങ്കിൽ നമ്മളിപ്പോൾ ടേക്ക് ഇറ്റ് സില്ലി എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിൽ, പക്ഷേ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് ഊരിപ്പോകാൻ ആളുകൾ തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ പലതും പറഞ്ഞ് ആ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വലിയൊരു 10,000-കണക്കിന് വരുന്ന ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു യുദ്ധമായിട്ടാണ് യമാമ സംഭവിക്കുന്നത്. അപ്പൊ ആദ്യം അവിടേക്ക് പോകുന്നത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. അവര് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെടുകയാണ് ശരിക്കും. പിന്നീട് ഷുർഹബീൽ ബിൻ ഹസന റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോകുന്നു. അപ്പൊ ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത ഒരു സംഗതിയാണ് ശരിക്കും സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി എന്തിനാണ് ഒരു ഘട്ടത്തിൽ ഉഹുദിൽ ഇസ്ലാമിക സൈന്യത്തിന്റെ പരാജയത്തിന്റെ ഒരു കാരണം അന്വേഷിക്കുമ്പോൾ നമ്മള് പറയാറുള്ള അപ്പുറത്തെ ഒരു വില്ലനാണല്ലോ ശരിക്കും ഖാലിദ്. പക്ഷെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് സ്വീകരിക്കുന്ന സ്ട്രാറ്റജികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഹിഫ്ല്. നമ്മൾ സാധാരണഗതിയിൽ ആ യുദ്ധത്തിൽ മരണപ്പെട്ട അതല്ലെങ്കിൽ ഷഹീദുകളായ ആളുകളുടെ ചരിത്രം മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ആ സമയത്ത് ഹിഫ്ല് ബറ്റാലിയൻ ഉണ്ടാക്കുന്നുണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ആ ഹിഫ്ല് ബറ്റാലിയന്റെ കൂട്ടത്തില് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാല് നമുക്കറിയാവുന്നത് പോലെ സൂറത്തുൽ ബക്കറ ഹിഫ്ല് ചെയ്ത ആളുകളെ ഒരു ബറ്റാലിയൻ, അതുപോലെ തന്നെ സൂറത്തുൽ നിസാ ഹിഫ്ല് ചെയ്തവർ, 5 ജുസ് ഹിഫ്ല് ചെയ്തവർ, അങ്ങനെ വ്യത്യസ്ത ജുസ്കൾ ഹിഫ്ല് ചെയ്തവർ, സൂറകൾ ഹിഫ്ല് ചെയ്തവരുടെ ബറ്റാലിയൻ അടക്കം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തയ്യാറാക്കുന്നുണ്ട്. അത് ഇസ്ലാമിക ലോകത്ത് ഒരുപക്ഷെ അത്രമേൽ ഒരു പ്രചോദിപ്പിക്കുന്നതിന് കാരണമായി ഹിഫ്ലിനെ ഉപയോഗിക്കുന്ന വളരെ അവിസ്മരണീയമായ ഒരു സന്ദർഭമാണ്. കേൾവിയാണല്ലോ ഇതിന്റെ ഒരു വഴി എന്ന് പറയുന്നത്. ശരിക്കും കേൾവിയും തൽക്കീനും തലക്കയുമാണ് എന്നാണ്. അതായത് പറഞ്ഞു ചൊല്ലിക്കൊടുക്കലും സ്വീകരിക്കലുമാണ്. അപ്പൊ ഈ തലക്കി ആരിൽ നിന്ന് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ചെയിൻ എത്തുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് തന്നെയാണ്. ഇപ്പൊ നസല ബിഹി റൂഹുൽ അമീൻ. അപ്പോ നമ്മൾ ഏതൊന്നിനോടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ നമ്മളെല്ലാവരും. ഇപ്പോ ഹബീബ് സാഹിബ് അൽഹംദുലില്ലാ അള്ളാഹു അദ്ദേഹത്തെ അവസാനമായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പോൾ ഈ കണക്ഷൻ എവിടേക്കാണെന്ന് ആലോചിക്കുമ്പോഴാണ് ശരിക്കും
നമുക്ക് അത്രമേൽ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് പറയുന്ന ആ ഒരു വഖാർ ഖുർആന്റെ നമ്മള് ഡെഫിനിഷൻ പറയുമ്പോൾ, താരീഫ് പറയുമ്പോൾ ഉലുമുൽ ഖുർആനിൽ പഠിക്കാറുണ്ട്. എന്താണ് മുനസ്സൽ ബിവാസിത്തത്തി ജിബ്രീൽ അലാ നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുബ്തദി ബി സൂറത്തിൽ ഫാത്തിഹ അൽ മുഖ്തതിം ബി സൂറത്തിൻ നാസ് ബൈന ദുഫത്തൈനി എന്നൊക്കെ പറഞ്ഞ് മുസ്ഹഫിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ പഠിക്കും. അൽ മുതഅബ്ബദു ബി തിലാവത്തിഹി, ഈ തിലാവത്ത് കൊണ്ട് തന്നെ തഅബ്ബുദായ, അതായത് ഒന്ന് ഓതുക എന്നുള്ളത് തന്നെ. അപ്പോ ഇതിൽ ഈ ഓതി, അപ്പൊ നമ്മുടെ ഇടയിൽ ഉള്ളൊരു സംഗതിയാണ്, ഓതുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ഖുർആൻ തന്നെ വലിയ രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊന്ന് മനസ്സ് വെച്ചാൽ അവരുടെ ആദ്യം അവർ റെഡിയാക്കേണ്ടത് തജ്വീദും അതുപോലെ തന്നെ തിലാവത്തുമാണ്. അത് വളരെ മനസ്സ് വെച്ചാൽ ഖുർആൻ അതിന് വഴങ്ങി കൊടുക്കും. അതുപോലെ തന്നെ അതിന്റെ മുജവ്വദായ ഒരു തിലാവത്ത് ഖിറാഅത്ത് അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ഹിഫ്ലിന് ശ്രമിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹബീബ് സാഹിബിന്റെ, ഡോക്ടർ ഹബീബിന്റെ ഈ ഹിഫ്ള് പൂർത്തീകരണം എന്ന് പറയുന്നത്. എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അതായത് ലോകത്ത് ഇപ്പോ ഡോക്ടർ ഹബീബ് സാഹിബിന്റെ ഈ ഒരു നേട്ടം അദ്ദേഹത്തിന്റെ അപാരമായ ഒരുപാട് ഷെഡ്യൂൾ കൊണ്ട്, ഒരു ഹെക്ടിക് സ്കെഡ്യൂളുള്ള ഒരു മനുഷ്യനാണ് ഹബീബ് സാഹിബ്. അദ്ദേഹത്തിന് ഒരു സമയം കണ്ടെത്തി മാറ്റി വെച്ച് അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഒട്ടനവധി ആളുകൾ, ഇതിന് പുറമേ ഉള്ള ആളുകൾക്കൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു തെളിവുണ്ടാകുമ്പോ അതിന്റെ നേരിട്ട് അതിന്റെ ഒരു വേറെ നമുക്ക് എവിടെ ഒന്നും പോകേണ്ടതില്ല. അത് അവർക്ക് പറ്റും, ഇവർക്ക് പറ്റുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഡോക്ടർ ഹബീബ് സാഹിബ് അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ തിരക്കിട്ട ഷെഡ്യൂളുകൾക്കിടയിൽ പൂർത്തീകരിച്ചു എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും, അതല്ലെങ്കിൽ ഷെഡ്യൂളുകൾ അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമുക്ക് ഒരു വസിയത്തായി പറയാൻ പറ്റുന്ന ഒരു കാരണമായിട്ട് ഇവിടെ ഉള്ളവർ. അതുകൊണ്ട് ഫല്യുബല്ലിഗ ഷാഹിദു അൽ ഗായിബ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇല്ലാത്തവർക്കും ഇതിന്റെ ഒരു പ്രചോദനമായിട്ട് ഈ സ്റ്റോറി എത്തിച്ചു കൊടുക്കണം. കാരണം ലോകത്ത് 80 വയസ്സിന് ശേഷമൊക്കെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ്. 80 വയസ്സിന് ശേഷം ഹിഫ്ള് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഖുർആൻ പൂർത്തീകരിച്ചവരും ഉണ്ടെന്നാണ്. അതായത് 10, 18, 20 ഒക്കെ വർഷമൊക്കെ എടുത്ത് പൂർത്തീകരിച്ച ആളുകളുണ്ട്. 60 വയസ്സിന് ശേഷം പഠനം തുടങ്ങുന്നവരുണ്ട്. നേരിട്ട് എനിക്ക് തന്നെ പരിചയമുള്ള ഒരു സ്ത്രീ ഒരു 55 വയസ്സിന് ശേഷം ഹിഫ്ള് പഠിച്ച് അതോടൊപ്പം തന്നെ അതോടൊപ്പം ഖുർആന്റെ അർത്ഥം കൂടെ പഠിക്കും. ഒരായത്ത് അതിന്റെ കൂടെ തന്നെ മലയാളത്തിൽ അതിന്റെ അർത്ഥം അതേപോലെ കാണാൻ തുടങ്ങി. ചിലർക്ക് വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഹൽ മിൻ മുദ്ദക്കിർ. അപ്പൊ ഇത് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചാണ് ഖുർആന്റെ ഈ ഒരു തൈസീർ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് വലക്കത് യസ്സർന, നാം എളുപ്പമാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കാഴ്ചപ്പാടിന്, നമ്മുടെ കോംപ്രിഹെൻഷന്, ഒപ്പം തന്നെ ഹിഫ്ലിന്. ഞാനിപ്പോ ഞങ്ങളൊരു ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തണം. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഹിഫ്ളാവുന്നത് എന്ന് ചോദിച്ചാൽ ഖുർആനിൽ ഉപയോഗിക്കപ്പെടുന്ന പദങ്ങൾ അങ്ങനെയാണ്. അതിന്റെ ഒരു കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് അള്ളാഹു എന്നുള്ള പദം ഖുർആനില് ഏകദേശം ഒരു 3000-ഓളം തവണ 4000-ഓളം തവണ അങ്ങ് ആവർത്തിച്ചത്. ഇലാഹും അള്ളാഹും അലി, അതാണല്ലോ അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഖുർആനിൽ ടോട്ടൽ 78,000 വേർഡ്സ് ആണുള്ളത്. ഒരു 78 to 80 നമ്മൾ അത് ഫീയും മിന്നും അലിഫ്ലാമും ഒക്കെ കൂടുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോ അള്ളാഹു, അതുപോലെ തന്നെ ഇലാഹ്, പിന്നെ അതിനുശേഷം വരുന്ന റബ്ബാണ്. അതുപോലെ തന്നെ ഈ ഇബാദത്ത്, ദീന്, ഇത് ഇസ്ലാമിന്റെ കോർ കോൺസെപ്റ്റുകളായി ഈ വാക്കുകൾ തന്നെയാണ് കൂടുതൽ ആവർത്തിച്ചത്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സിഫാത്തുകൾ, അൽ അസ്മാ ഉൽ ഹുസ്നകൾ, ഇതിന്റെ റൂട്ട് വേർഡ്സ് നിങ്ങളിപ്പോ സെമി എന്ന് പറയുമ്പോൾ സെമിയ, ഇസ്തമ, ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ അതിനോടൊപ്പം ചേർത്ത് പഠിക്കും. ഏകദേശം ഈ പദങ്ങൾ ഒരു 110-120ഓളം പദങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഖുർആനിലെ 15,000 വേർഡ് കവർ ചെയ്യപ്പെടുകയാണ്. ഇതാണ് അതിന്റെ ഒരു നൂല്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് എവിടെയോ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സംഗതി, പഠിക്കുന്ന കാലത്തും സൂറത്തു നാസ് എന്നുള്ളതിലൊരു നെയ്ത്ത് സൂചി ഉണ്ട് അത്രേ. അപ്പൊ അത് ഹന്നാസ് ആണ് അത്രേ. അപ്പൊ ഇങ്ങനെ ഹന്നാസ് ആണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിലെത്തുമ്പോ അതുപോലെ തന്നെ ഓരോ സൂറത്തുകൾക്ക് അങ്ങനെയുണ്ട്. നഫാസാത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിലെത്തുമ്പോ അത് സ്വമദിലാണ് നിലനിൽക്കുന്നതാണ്. അപ്പൊ അള്ളാഹ്ക്ക് ആരും വേണ്ടതില്ല, പക്ഷെ എന്നെ എല്ലാവർക്കും വേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അസ്വമദ് എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അള്ളാഹു അത് കൂടെ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ബോറായിട്ട് തോന്നും.
എനിക്ക് നിങ്ങൾക്കാരും ഖുർആനിൽ ഒരു സ്ഥലത്തേ ഉള്ളൂ അത്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്. അപ്പോ ഇതേപോലെ സൂറത്തു മസദിലേക്ക് എത്തുമ്പോൾ, സൂറത്തിൽ ശേഷമുള്ള എല്ലാ സൂറകളിലേക്കും കയറി ഇറങ്ങുമ്പോൾ ഇതിന്റെ ഒരു കോർവ, എന്തിന് സൂറത്തുൽ ലഹബ് അവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹിന്റെ ആ വലിയ വിജയത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത് അടുത്ത സൂറത്ത് തബ്ബത്ത്. അവിടെ വിജയം, അതിനുശേഷം ഒരു കാലത്ത് ഇതിന്റെ വിജയം ആഗ്രഹിക്കാത്ത, അതല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിച്ച അബൂലഹബ് എന്ത് ചെയ്തു? തബ്ബത്ത്, നശു. അപ്പൊ ഇതിന്റെ ഒരു ഒരു ഇത് നമ്മൾ ചെറിയൊരു സൂറത്ത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പഠിക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ പഠിച്ചു പോകുന്നത് മാത്രമല്ല, അത്രമേൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കിതാബായിട്ട് നമ്മുടെ കൂടെ വിശുദ്ധ ഖുർആൻ ഉണ്ട്. ചെറിയ കുട്ടികൾ, 3 വയസ്സുള്ള കുട്ടിയുടെ അത്ഭുതകരമായ ചരിത്രം നമ്മുടെ മുമ്പിൽ, ചെറിയ കുട്ടികൾ മുതൽ 3 വയസ്സിൽ, 5 വയസ്സിൽ, 7 വയസ്സിൽ, അതുപോലെ തന്നെ അൽ ദിക്ർ അക്കാഡമിയിൽ ചേർന്ന് തന്നെ പഠിച്ച കുട്ടികളുടെ അവരുടെ വലിയ അത്ഭുതകരമായ സ്റ്റോറീസ്. എൻ്റെ സുഹൃത്തുക്കളുടെ 2 മക്കൾ അവര് എന്നോട് ഇത്തരത്തിൽ, അതായത് അവരെ ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഖുർആൻ നമുക്കുമേൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അലം നശ്റഹ് ലക സദ്റക്, അങ്ങനെ ഉണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക്, നിനക്ക് നാം വിശാലമാക്കി തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരേ സമയം നമ്മളും അവിടെ അഭിസംബോധിതനായി പോകും. അലം നശ്റഹ് ലക സദ്റക്, എന്തിന്? ഈ ഖുർആന് വേണ്ടി. വളഅന അൻക വിസ്റക് അല്ലദി അൻകല ലഹ്റക് വറഫഅന ലക ദിക്റക് എന്നൊക്കെ പറയുമ്പോ ഈ ഹബീബ് സാഹിബിന്റെ വറഫഅന ലക ദിക്റക്കിൽ അവിടെ റസൂലിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഖുർആനെ കൊണ്ട് താങ്കളുടെ ദിക്ർ? അതുകൊണ്ട് ഖുർആൻ പഠനവും ഖുർആനിന്റെ പ്രബോധനവും ഇതൊക്കെ കഴിയുന്ന ആളുകളോടും അള്ളാഹ് പറയുന്നത് ഈ സംഗതി തന്നെയാണ്, ഇദാ ഫറഗ്ത ഫൻസബ്. ഇപ്പൊ ഹബീബ് സാഹിബിനോടും പറയുന്നതാണ്, ഇത് കഴിഞ്ഞാല് ഇനി അടുത്ത ഹിഫ്ള് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും തുടരാന്നുള്ളത് തന്നെയാണ്. ഇലാ റബ്ബിക ഫർഗബ്. ഇപ്പോ റസൂലിനോട് പറയുന്നത് നമ്മളോട് നേരിട്ട് കണക്ട് ആവും. അത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കെമിസ്ട്രി ഇതിൽ നിറയും. തീർച്ചയായിട്ടും ഹബീബ് സാഹിബിനെ പോലെ ഞങ്ങളുടെ ഉസ്താദ് സ്വാദിഖ് മുഹമ്മദ് മൻസിലി, ഞങ്ങൾക്ക് യമനി ഉസ്താദാണ്. അദ്ദേഹം ഒരിക്കല് ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഇന്ന് അള്ളാഹു നിങ്ങളോട് എന്താണ് സംസാരിച്ചത്? അപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, 3rd ഇയറിൽ എന്തോ പഠിക്കുന്ന കാലമാണ്. അപ്പൊ ഉസ്താദ് വീണ്ടും തിരിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് അള്ളാഹുവിനോട് ഇന്ന് സംസാരിച്ചത്? അപ്പോ പ്രാർത്ഥിച്ചത്, നമസ്കാരത്തിൽ പറഞ്ഞതൊക്കെ ആളുകൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദ്യം തിരിച്ചിട്ട് ചോദിച്ചു, അപ്പോ അള്ളാഹു നിങ്ങളോട് എന്താണ് പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം മനോഹരമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഖുർആൻ നിങ്ങൾ നമസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു, എന്നാൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഖുർആനെ ഓർക്കുമ്പോഴും അള്ളാഹു നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പൊ ഏതാണ് കൂടുതൽ വേണ്ടത്? നിങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ സംസാരിക്കണോ വേണ്ടത്? അള്ളാഹു നിങ്ങളോട് കൂടുതൽ സംസാരിക്കണോ വേണ്ടത്? കുറച്ചെങ്കിലും ഒരു 10% കൂടുതൽ നിങ്ങൾ അള്ളാഹു നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ സമയം കണ്ടെത്തണം എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പോ ഖുർആനുമായുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ നമ്മളെ യഥാർത്ഥ നമസ്കാരത്തിലേക്കും യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് പോലും നയിക്കുന്നത്. കാരണം പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തവരാ നമ്മള്. ആദം അലൈഹി ഇസ്ലാമക്ക് തെറ്റുപറ്റിയപ്പോ അള്ളാഹ് അതിനെ കുറിച്ച് പറയുന്നത്, ആദം തെറ്റുപറ്റിയ ഉടനെ പശ്ചാത്തപിച്ചു എന്നല്ല, ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അള്ളാഹ് പറഞ്ഞു കേട്ടിട്ട് പഠിച്ചു എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മുടെ 6236 എന്നോ അതല്ലെങ്കിൽ മറ്റേ എന്ത് ഒപ്പീനിയൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ആയാത്ത് അത് മാറ്റി വെച്ചുകൊണ്ട് തന്നെ എന്താണോ അതിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞ ഒരു ഭാഗം പോലും നമുക്ക് മിസ്സാവുന്നില്ലെന്നും അതിൽ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നമ്മളുടെ ഹിഫ്ലായിട്ട് അതവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മളുടെ ഒരു വല്ലാത്തൊരു പ്രൈഡായിട്ട് നമ്മൾ എടുക്കണം. നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ നമ്മുടെ ഖബറിൽ എന്താണ്, നമ്മുടെ ഒരു ഷഫാഅത്തിന്റെ, നമ്മുടെ ഖബറിൽ നമ്മുടെ നൂറിന്റെ, നമ്മുടെ സീനത്തിന്റെ ഒരു കാരണമായിട്ടൊക്കെ അതിനെ മാറ്റാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഖുർആൻ ഹിഫ്ലാക്കുക എന്നുള്ള ഒരു നിയ്യത്തോടു കൂടി അതിന് ഇറങ്ങി പുറപ്പെട്ടവൻ തന്നെ ഹിഫ്ലിന്റെ പാതയിലാണ്, അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അത് പൂർത്തിയാക്കുക എന്നുള്ളതല്ല. ഞാൻ ചില മക്കളോട് ഖുർആൻ ഓറിയന്റേഷൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ചിലപ്പോൾ ചിലർക്ക് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, ചിലർ 2 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലും മതി. കാരണം നേരത്തെ 6 മാസം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് 31ാമത്തെ ജുസ് പഠിക്കാനില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും ചെയ്യാനേ ഉള്ളൂ. നേരത്തെ പൂർത്തിയാക്കുന്നു എന്നുള്ളത് ഒരിക്കലും കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ തഹ്ഖീഖ് ഏറ്റവും കൂടുതലുള്ളത് സമയമെടുത്ത് പഠിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ കൂടുതൽ
സ്ഥിരതയുള്ള ഒരു ഹിഫ്ള് നൽകി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിന് വരെ കാരണമാകുന്ന രീതിയിൽ ഈ നാളെ ഖുർആനിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഹബീബ് സാഹിബിനെയും അദ്ദേഹത്തിന്റെ അധ്യാപകരെയും ഒപ്പം ഇതിന് സാക്ഷികളായ നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വബറകാതുഹു. അഹ്സൻത ജസാക്കല്ലാഹു ഖൈർ നഹാസ് സാഹിബ്. ഈ ഫംഗ്ഷനിൽ വന്നതിലും ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഡോക്ടർ ഹബീബിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മറ്റാർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. എല്ലാവർക്കും കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ്. നമ്മൾ പൊതുവെ പരിപാടി ഒരുപാട് നീട്ടിക്കൊണ്ടാത്ത ഒരു സ്വഭാവമാണ് ദിക്ർ അക്കാഡമിയുടേത്. അപ്പം ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഞാൻ ആരെങ്കിലും വിളിക്കേണ്ടതുണ്ടെങ്കിൽ വിളിക്കാം. ഹബീബ് സാർ. ഷേഖ് എന്തൊക്കെ തഹനിയ من ناحيتك إن شاء الله. الحمد لله والسلام صلى الله عليه وسلم. أما بعد. صوت واضح؟ صوت واضح. ذكر ايوه واضح. تفضل. أخي الدكتور حبيب بقول الإمام الشاطبي في منظومته الشاطبية: وإن كتاب الله أوثق شافع وأغنى غناء واهبا متفضلا وخير جليس لا يمل حديثه وترداده يزداد فيه تجملا وحيث الفتى يرتاع في ظلماته من القبر يلقاه سنا متهللا ناشد في إرضائه لحبيبه وأجدر به سؤلا إليه وصلا فيا أيها القاري به متمسكا مجلا له في كل حال مبجلا هنيئا مريئا والداك عليهما ملابس أنوار من التاج والحلى فما ظنكم بالنجل عند جزاؤه أولئك أهل الله والصفوة الملا أولو البر والإحسان والصبر والتقى حلاهم بها جاء القرآن مفصلا عليك بها ما عشت فيها منافسا وبع نفسك الدنيا بأنفاسها العلا. هنيئا لأخي الدكتور حبيب. أسأل الله أن يجعلنا وإياه جميع والسامعين من أهل القرآن وأن يثبتنا عليه وعلى حفظه حتى نلقاه. ومبارك لكم وجعلنا الله وإياكم من أهل القرآن وجزاكم الله خيرا. أحسنت وبارك الله فيك يا شيخ. حياك الله. വളരെ മനോഹരമായ ഒരു കവിത. പരിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കിയ ആളുകളും അവരുടെ പദവിയും അവരുടെ മാതാപിതാക്കൾക്കുള്ള പദവിയും അവർക്ക് സ്വർഗത്തിലുള്ള പദവിയും ഒക്കെ ഭംഗിയായിട്ട് പരാമർശിക്കുന്ന വളരെ മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹം ആലപിച്ചത്. അത് കഴിഞ്ഞ് ഹബീബ് സാറിന് എല്ലാവിധ ആശംസകളും അദ്ദേഹം അർപ്പിക്കുകയുണ്ടായി. ഡോക്ടർ അബ്ദുള്ള മന്നാം സാഹിബ് ഉണ്ടോ? മന്നാം സാഹിബ് ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സാഹിബിന് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആർക്കാണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ മുന്നോട്ട് വരാം. ഇൻഷാ അല്ലാഹ് പ്ലീസ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹബീക്ക ഇങ്ങനെ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടു എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. ഇന്നലെ ഉസ്താദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് അറിയണതും
ഭയങ്കരമായ സന്തോഷം തോന്നി. ഈ പറഞ്ഞ പോലെ ഹെക്ടിക് സ്കെഡ്യൂളിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം പൂർത്തിയാക്കിയിട്ടുള്ള ഭയങ്കര പ്രചോദനവും തോന്നി. അപ്പൊ അബിക്കാനോട് ചോദിച്ച് ലിങ്ക് വാങ്ങി കയറിയതാണ്. വളരെ വളരെ സന്തോഷം അബിക്ക. അബിക്കാനോടൊപ്പം തന്നെ സാലിയത്താക്കും ഫാമിലിക്കും ഉസ്താദ്മാർക്കും എല്ലാവർക്കും വിശ്വസുണ്ട്. എനിക്കിത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിട്ട് തോന്നാണ്. അബിക്ക ഇതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഏറ്റവും മിനിമം എങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര മോട്ടിവേഷനും കൂടി എനിക്ക് അബിക്കാന്റെ ഈ അച്ചീവ്മെന്റിലൂടെ ഉണ്ട്. മബ്രൂക്ക്. പഠിച്ചോ നല്ല പ്രതിഫലം തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങള് ഹബീബ് സാറിന്റെ ആരാണ് എന്ന് കൂടെ പറയും. ഞാൻ ജാമ്യയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ ഉം. 2009 കുറച്ച് ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ബറക്കല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. അബിക്ക മാഷാ അല്ലാ മബ്രൂക്ക്. ഞാൻ മാജി അബിക്കാന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായ ആളാണ്. ഞാനും അറിയുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ഒരു ലിങ്ക് ഇങ്ങനെ അയച്ചു തന്നതാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ എന്താ പറയാന്നറിയില്ല. നേരിട്ട് ഡൽഹിയിൽ പോയിട്ട് കാണാൻ അത്രമാത്രം ഇതായി. നമുക്കൊക്കെ ഒരുപാട് സമയം ഉണ്ടായിട്ട് എല്ലാ മേഖലയും നോക്കുന്ന ഒരാളായിരുന്നു അബിക്ക. കുറെ 5-6 വർഷം ഒരുമിച്ച് നിന്ന ഒരു പരിചയത്തിൽ ആ അബിക്കാക്ക് സാധിക്കുമെങ്കിൽ നമുക്കൊക്കെ സാധിക്കും. അപ്പം തൊട്ടിട്ട് ഖുർആൻ എങ്ങനെങ്കിലും ഹിഫ്ളാക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം തോന്നി. എല്ലാവർക്കും ഇതിന്റെ പിന്നിലുള്ള സ്വലത്താക്കും മക്കൾക്കും ഒക്കെ അബിക്കാക്ക് എന്നും ഖുർആൻ നിലനിർത്താനും അബിക്കാന്റെ ഉമ്മനാണ് ആ സന്ദർഭത്തിൽ ഓർമ്മ വന്നത്. അപ്പൊ ഈ അബിക്ക ഇത് തീർത്തൊരു സമയത്ത് ഉമ്മ ഖബറിലിരുന്ന് അത് ആസ്വദിക്കുന്നുണ്ടാവില്ല ഖുർആന്റെ ഒരു ഇത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിലുടനീളം അത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഞാൻ ഷുഹൈബ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ഹബീബ് ഖാന്റെ കൂടെ ഡൽഹിയിൽ കുറെ കാലം ഉണ്ടായിരുന്നതാണ്. പഠിക്കുകയും ഒന്ന് ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പിന്നെ ഈ ഓരോ അവസരത്തില് ഇത് പങ്കെടുക്കാൻ പറ്റിയ വലിയൊരു ഭാഗ്യമാണ്. കാരണം ഹബീബ് ഖാന്റെ ഒരുവിധം എല്ലാ വലിയ മൈൽ സ്റ്റോണിലും കൂടെ ഉണ്ടായിരുന്നു. കല്യാണം ആയിക്കോട്ടെ, പിന്നീട് PhD, പിന്നെ ജാമ്യയില് അസിസ്റ്റന്റ് പ്രൊഫസറായി കയറുന്നതും, പിന്നെ പ്രതീക്ഷിക്കാതെ ഇന്ന് ഇത് ഫേസ്ബുക്കിൽ എന്റെ ഫീൽഡിൽ വന്ന് എന്തോ ഒരു വിധി എന്ന് പറയാം അങ്ങനെ കാണാനിടയായത്. പലപ്പോഴും പല പോസ്റ്റുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവില്ല. പക്ഷെ ഇതിങ്ങനെ എന്തോ അത് എന്താ പറയാ, ഐ വാസ് ഡെസ്റ്റൈൻഡ് ടു ബി ദെയർ. അതുകൊണ്ട് ഇന്ന് ഇത് കൂടി വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു. ഈ ഇതിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്റെ വൈഫിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തു. അൽദിക്ർ അക്കാഡമിയുടെ പോർട്ടലിൽ ഓൾറെഡി കയറി രജിസ്റ്റർ ചെയ്തു. മക്കൾക്ക് വേണ്ടിയുള്ള ഇത് എടുക്കാൻ ഇത് വലിയ പ്രചോദനം. അപ്പൊ അബീക്കാനെ കൂടെ താമസിക്കുകയും ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതുണ്ട്. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ എനിക്ക് കാണിച്ചു തന്ന ആളാണ് അബീബ് ഖാൻ എന്നുള്ളത്. അത് നമ്മൾ തമാശ രൂപേണ പലപ്പോഴും അത് പല നിരക്ക് പറയുമെങ്കിലും ഇന്ന് ഓർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് തോന്നുകയാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോകണം. എന്റെ പഴയ കാലത്തൊക്കെ എനിക്ക് ആ ഡിഗ്രിയും PG എല്ലാം പഠിക്കുക, ജാമ്യയിലാണ് ഞാൻ പഠിച്ചതൊക്കെ. ആ പഠിക്കുന്ന കാലത്ത് എങ്ങനെ പഠിക്കണം എന്നും എങ്ങനെ സ്കോർ കൂട്ടാം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ആള്. അപ്പൊ അതേ അയാളുടെ വേറെ ഒരു വലിയൊരു മൈൽ സ്റ്റോണിൽ ഞാൻ പങ്കെടുക്കുകയാണ്. ഐ എം വിറ്റ്നസിങ് ദാറ്റ് എന്ന നിലയ്ക്ക് മേ ബി ഐ ക്യാൻ ഓൾസോ ഡു ദിസ് എന്നൊരു ഇൻഫ്ലുവൻസ് എനിക്കുണ്ട്. ഒരിക്കലും ഞാൻ ഖുർആൻ പഠിക്കാന്നുള്ളത് മറന്ന് പോയ സംഭവം അല്ല എന്നുള്ളത് എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയാണ്. അപ്പോ ഇതെനിക്കൊന്ന് പറയാൻ തോന്നി ഇവിടെ. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയൊക്കെ വളരെ സന്തോഷം. ഇത് കാണാൻ പറ്റിയതും. ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. സുരേഷ് ഫിറോസ്. ഞാന് പങ്കെടുക്കുന്നത് മസ്കറ്റിൽ നിന്നാണ്. ഹബീബിക്കയുടെ കൂടെ ഞാനും ഷുഹൈബും ഞാനും ഹബീബിക്ക എല്ലാം ഒരുമിച്ചുണ്ടായിരുന്നതാണ് കുറച്ചു കാലം. സിദ്ദീഖ് ഹസൻ സാഹിബ് ഡൽഹിയിൽ വന്ന കാലത്താണ് അതാ കാലം. അപ്പോ ഹബീബ് ഖാൻ ഷുഹൈബ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും അത് പറ്റുവെച്ചെങ്കിൽ ഹബീബ് ഖാനെ കൊണ്ട് പറ്റും. അത് അങ്ങനെ ആയിരുന്നു പണ്ട് മുതലേ ഹബീബ് ഖായുടെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് വളരെയധികം പ്രചോദനമാണ്. എല്ലാവർക്കും വളരെയധികം പ്രചോദനമാണ്. ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം ഒരു പ്രയോജനം തന്നെയാണ്. എന്തായാലും ഹബീബ് ഖാക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരാണ്. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമലൈക്കും. ഞാൻ നൗഫൽ, ഡൽഹിയിലാണ്. ഒരു 16 വർഷത്തോളം ഹബീബ് ഖാന്റെ കൂടെ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഡൽഹിയിൽ.
അവയൊക്കെ ഈ പരിപാടിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പല മീറ്റിങ്ങുകൾക്കൊക്കെ സമയം കണ്ടെത്താറ് രാത്രിയാണ്. അബീക്ക പറയും, അബീക്കാന്റെ ഖുർആൻ പഠനത്തിന്റെ സമയം പറയും, ആ സമയത്ത് ഞാൻ ഉണ്ടാവില്ല എന്നാണ്ട് പറയും, അതാണ് പ്രഖ്യാപിക്കും. ഒന്നുകിൽ അതിന്റെ മുമ്പ് വരും, അല്ലെങ്കിൽ അതിന്റെ ശേഷം വരും. അപ്പൊ അവസാനമായിട്ട് നമ്മളവിടുത്തെ ഒരു മുസ്ലിം അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് തുടങ്ങാൻ അബീക്ക ടൈമിന് എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഖുർആന്റെ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങി പോട്ടോ എന്ന് പറയുന്നു. അധ്യക്ഷം വഹിക്കാൻ അഡ്വക്കേറ്റ് ആരിഫ് പീരാൻ MP കയറി വരുന്ന സമയത്താണ് അബീക്ക ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ഏകദേശം ചർച്ചിന്റെ കോറ് കഴിഞ്ഞ് നമ്മൾ നന്ദി പറഞ്ഞ് പിരിയാന്ന് പറഞ്ഞ സമയത്താണ് അബീക്ക തിരിച്ചു വരുന്നത്. അപ്പം ആരിഫ് പീരാൻ MP വരുന്നുണ്ട്, അധ്യക്ഷം വഹിക്കുന്നുണ്ട്. അത് അബീക്ക സമയത്തിന് തന്നെ വന്നിട്ടുണ്ട്, പരിപാടി തുടങ്ങാൻ വൈകിപ്പോയതാണ് കാര്യം. സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അബീക്കാനെ സംബന്ധിച്ചോളം ഖുർആൻ കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ബാക്കി കാര്യം. അങ്ങനെ നല്ലൊരു ഡെഡിക്കേഷനോട് കൂടി മോട്ടിവേഷൻ ആണ്. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്നതൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് അബീക്കാക്ക് എല്ലാവിധ ആശംസകളും. അബീക്കാക്ക് അതെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞാന് സമീർ ബാബു, ഡൽഹിയിലാണ്. ജാമ്യ മില്ലയില് അബീബ് സാറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എഡ്യൂക്കേഷണൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങള് ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ അബീബ് സാറിനെ കുറെ ഞാനിവിടെ പഠിച്ച സമയത്ത് ഡൽഹിയിൽ ജാമ്യ മില്ലയിൽ തന്നെയാണ് പഠിച്ചത്. അപ്പൊ എന്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടെ സംസാരിച്ചു, മുസിന, ഷുഹൈബ് ഒക്കെ, നൗഫൽ സാഹിബ് ഒക്കെ. അപ്പോ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പൊ സാറ് ഇടയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഓരോ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ ഒരു 5 മിനിറ്റ് വരാന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിൽക്കും. നമ്മൾ ജാമ്യയുടെ തന്നെ ഒഫീഷ്യൽ മീറ്റിങ്ങുകളും പ്രോഗ്രാമിലൊക്കെ തന്നെ. അപ്പോ ഒരു മൂലയിൽ നിന്നിട്ട് ഹിഫ്ള് ഓതി കൊടുക്കുന്നതായെന്ന് പലപ്പോഴും കാണാറ്. ഞാന് എത്രത്തോളം ആയി അല്ലെങ്കിൽ എത്രത്തോളം ഇതിന്റെ ഈ അവസാനത്തിൽ എത്തി എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഒരു തുടക്കമൊക്കെ ആവുന്നു, കൂടുതൽ ഡിസ്കഷനൊന്നും അതിനെക്കുറിച്ച് വന്നിരുന്നില്ല. ഇപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു വാർത്തയൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ ഒരുപാട് പ്രചോദനവും, പിന്നെ എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ അതിലേക്ക് വരാൻ പറ്റുമെന്നും ഒക്കെയുള്ള നല്ല എല്ലാ മേഖലയിലും എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ സൂക്ഷ്മത പുലർത്തി സംസാരിക്കുന്ന ഒരു സ്വഭാവമാണ് അബീബ്ക്കയുടേത്. അത് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു മനുഷ്യന് നമ്മള് ഒരു മുസ്ലിമായി മുഅ്മിനായിട്ട് ജീവിക്കാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കാര്യങ്ങള് ചർച്ചകളൊക്കെ തന്നെ എല്ലാം ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അത്രയും ഒരു സൂക്ഷ്മത പുലർത്തുന്ന ഒരാളായിട്ടാണ് ഞാൻ അബീബ് സാറിനെ കണ്ടിട്ടുള്ളത്. അത് ഇങ്ങനൊരു അവസരത്തില് എല്ലാവിധ ആശംസകളും നേരെയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹബീബിക്കായ തല കുറച്ച് തിരിഞ്ഞോ? കാലം ഓക്കെ തല തിരിഞ്ഞു. കറക്റ്റ്. ഓക്കെ. ഹബീബിക്കായ കുറച്ചു കാലം പഠിപ്പിച്ച എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഡൽഹി മലയാളികളുടെ കീഴിലുള്ള QSCയിൽ ഞാൻ ഉസ്താദായിരുന്നു. അപ്പോൾ ഹബീബിക്ക സാധാരണ എല്ലാ ക്ലാസ്സിലും മൂപ്പർ അവിടെ ഉള്ളപ്പോഴൊക്കെയും സജീവമായി ക്ലാസ്സിൽ വരുന്ന ഒരാളായിരുന്നു. ബാക്കിയുള്ളവരെ പോലെ ഹബീബിക്ക കുറച്ച് കൂടുതൽ താല്പര്യം കാണിക്കും. അപ്പോൾ അന്നൊക്കെയും ചില സാഹചര്യങ്ങളിൽ ഖുർആൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഓരോ സൂറത്തിൻ്റെ സംഗ്രഹം മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയും പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട്. എനിക്ക് പല ഓർമ്മകളുമുണ്ട്. പക്ഷേ ഈ ഹിഫ്ള് എന്ന വർത്തമാനം ഇപ്പോൾ അത് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ്, ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോഴാണ് അദ്ദേഹം ഹാഫിളാവുന്ന ഒരു വർത്തമാനം അറിഞ്ഞത്. വലിയ ഒരു സന്തോഷമായി. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഖുർആനിലെ ചില ഭാഗങ്ങളൊക്കെ അറിയാമെങ്കിലും മുഴുവനും ഹാഫിളല്ല. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അധ്യാപകരെക്കാളും സ്റ്റുഡൻസ് മികവുറ്റവരാവുകയും വിദ്യാർത്ഥികൾ അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നൊക്കെ പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ. ഇതുപോലെ ഇപ്പോൾ ഹബീബിക്കയുടെ ഹിഫ്ളിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ എന്നാൽ ഞാനും കൂടി വ്യക്തിപരമായി മുഴുവൻ ഹിഫ്ളാക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എനിക്കും വന്നു ചേർന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹബീബിക്കയുടെ ഈ ഒരു വാർത്ത കേട്ടപ്പോഴാണ്. അപ്പോൾ അതിന് നന്ദി പറയുന്നു ഒന്നാമത്. രണ്ടാമത് ബാറക്കല്ലാ. പിന്നെ നമുക്ക് നമ്മുടെ 10 വർഷത്തെ ഡൽഹി ജീവിതത്തിൽ നമ്മുടെ ഒരു മെൻറ്ററിനെ പോലെയും ലീഡറായും
പിന്നെ പല കാര്യങ്ങളിലും ഈ നേതൃത്വത്തിലുണ്ടായിരുന്നത് കൊണ്ടും ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് പാഠങ്ങൾ ഹബീബിക്കയിൽ നിന്ന് പഠിക്കാൻ പറ്റി മറ്റുള്ളവരെ പോലെ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഈ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച ഹിഫ്ള് അതേപടി ഹൃദയത്തിൽ നിലനിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അബ്ദുൽ മന്നാൻ സാബ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നു. अब्दुल मन्नान साहब, आपको बात करता, आप अनम्यूट करके बात करना है क्या? मन्नान साहब थोड़ा अनम्यूट करके, हाँ आगे. अस्सलाम वालेकुम रहमतुल्लाह वबरकातुह। वालेकुम अस्सलाम. अल्हम्दुलिल्लाह, ये जानकर बड़ी खुशी हुई कि एक चीज शुरू किया था और हमें नहीं मालूम कि अल्लाह ताला जी कलाम पाक की इस बरकत को जो अल्लाह का खुद वादा है कि कुरान हमने नाजिल किया और हम इसकी हिफाजत करेंगे, तो अल्लाह ताला ने रहमतुल्लाह मगरिबी साहब को, शेख रहमतुल्लाह मगरिबी साहब को चुना और हबीबुर रहमान साहब इसमें कामयाबी हासिल कर ली। तो आपको भी, हबीब साहब को और तमाम इस ग्रुप में जितने हैं सबको मुबारक हो। अल्लाह ताला ने इस कुरान अजीम जैसी किताब को अल्लाह ताला ने इन जो वादा किया वो अल्लाह ताला ने हबीबुर रहमान साहब के सीने में और जुबान पे रवा दवा रहने के लिए अल्लाह ताला ने इसे एक बड़े तोहफे की शक्ल में दिया है। और तमाम डिग्रियां जितनी वो हासिल की हैं, सबसे बड़ी डिग्री है जो ये किताब वहां भी सुनाने का हुक्म होगा, तो जाहिर बात वही सुना सकेगा जिसने इसे याद किया हो, बाय हार्ट किया हो। तो सबसे पहले तो मुबारकबाद आपको है कि आपने ये सिस्टम लेकर आए कि दुनिया के जिस कोने में जहां भी हो वो इस कुरान करीम को याद कर सके। मैं सबसे पहले आपको मुबारकबाद पेश करता हूं और मैं अपने आप को खुशनसीब समझता हूं कि आप जैसे शख्सियात से, आप जैसे पर्सनैलिटी लोगों से हमारी गहरे ताल्लुक़ हैं और आप लोग दुआ में याद रखते हैं। बस दुआ है कि अल्लाह ताला इस कुरान को जिस तरह याद करने का मौका दिया, खासकर हबीबुर रहमान साहब को और आपको ये काम करने को, तो अल्लाह ताला उसे कबूल फरमाए और ज़िंदगी, पूरी हयात, वो पूरी लाइफ इसे याद रखने की हर तरह से जद्दोजहद और अपनी ज़ुबान को तर रखे इस कलाम इलाही से। शुक्रन। और आपने मुझे अज़कर एकेडमी के बारे में बताया। जी 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 जी, इसी खुशी का इज़हार कर रहा हूँ मैं। हम फेसबुक बॉस में भी आपको फरमाया, आपने उसको डायरेक्ट किया ना. ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ച മന്നാൻ സാഹിബാണ്. അദ്ദേഹം ഡൽഹി മർക്കസിലെ മസ്ജിദിലെ ഇമാമാണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹമാണ് ഹബീബ് സാഹിബിനെ എൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തത് ഹിഫ്ലാക്കാൻ വേണ്ടിയിട്ട്. शुक्रन 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 शुक्रन। तो ये तो शक्लें हैं। अब हमारे यहाँ नौफिल साहब भी हैं, एक बड़ी टीम है हमारे यहाँ जो खुद हबीबुर रहमान साहब को जानते हैं और कुरान की किताब सब जानते हैं, और जो भी याद करता है उसके नाम सुनकर लोग खुश होते हैं कि उसने कुरान मजीद को बायहार्ट किया, ओरल किया। तो अब हबीबुर रहमान साहब से भी गुजारिश है कि हम लोग को ऐसा मौका दें कि हम लोग मिलजुल के उनके साथ यहाँ एक नशिस्त करें, यानी बैठें इसके लिए और उनके लिए उनसे दुआ कराएं और हम लोग भी कुरान की तरफ आगे बढ़ें और खाने पीने की भी एक नशिस्त हो ताकि वो याद रखा जाए। इंशाल्लाह इंशाल्लाह। ठीक है, शुक्रन शुक्रन हबीब साहब। हबीब साहब, मैं उस दिन से देखना चाह रहा हूँ, आपकी पेशानी चूमना चाह रहा हूँ कि कहाँ हैं आप। वो कुरान पढ़ने के लिए बहुत बिजी हो गए। तो नौफिल साहब की क़यादत में कम से कम यह है कि आप नशिस्त करें मजलिस। इंशाल्लाह हबीब साहब, इंशाल्लाह करेंगे। इंशाल्लाह ठीक। और ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ, നമുക്ക് സമയം വൈകുന്നതുകൊണ്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുണ്ട്. വലൈക്കും സലാം. ഹബീബ് ഖാന്റെ വൈഫാണ്. സന്തോഷം നിറഞ്ഞൊരു അവസരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഹബീബ് ഖാന്റെ ഈ പഠനത്തിന് സമയം കണ്ടെത്തിയിരുന്നത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും യാത്രകളിലും പലപ്പോഴും ചിലപ്പം ആ ഒരു ലിങ്കിൽ കയറിയിട്ട് 9 മണിക്ക് കയറിയാൽ അവിടെ ഇരുന്ന് പഠിച്ച് 10 മണിയാകുമ്പോഴേക്കും 1, 2, 3 പേജൊക്കെ ഓതി കൊടുക്കായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ പഠിച്ചിട്ടാണ് പലപ്പോഴും ഓതിയിരുന്നത്. പിന്നെ ചിലപ്പോഴൊന്നും അങ്ങനെ കഴിയാത്ത അവസരങ്ങളിലും പിന്നെ അതുപോലെ രാവിലെ നടക്കാൻ പോകുമ്പോൾ, അതുപോലെ യാത്രകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയാണ് ഈ ഖുർആൻ അധികവും പഠിച്ചിരുന്നത്. അപ്പം അതുപോലെ ഈ ഹിഫ്ലിനെ ചുറ്റിപ്പറ്റിയായിരുന്നു നമ്മുടെയും ഓരോ ഷെഡ്യൂളുകൾ നമ്മൾ നിശ്ചയിക്കുക.
അതായത് ഹിഫ്ലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒന്നുകിൽ അതിന് മുന്നേ പോയി വരിക, അല്ലെങ്കിൽ അതിന് ശേഷം പോവുക എന്നുള്ളൊരു രീതിയിലായിരുന്നു മൊത്തം കുടുംബത്തിന്റെ തന്നെ ഒരു പ്ലാനിങ് ചെയ്തിരുന്നത്. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മളതിൽ പരിഭവം പറഞ്ഞിട്ടുമുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് തീരെ ടൈം കിട്ടാതെ എന്തെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകേണ്ടി വരുമ്പോഴൊക്കെ ചിലപ്പോൾ പിന്നീട് നമ്മളതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും. അതായത് ഇത്രയും വലിയൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നേരത്തെ നഫൽ സാഹിബും സമീർ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ പരമാവധി സുബൈക്ക് ഇപ്പോൾ നടക്കാൻ പോകുമ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു മുലക്ക് ഇരുന്നിട്ട് നിന്ന് 5-10 മിനിറ്റ് കൊണ്ട് അത് ഓതി കിടക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നേരത്തെ നഹാസ് സാഹിബ് പറഞ്ഞ പോലെ സൂറത്ത് ഷർഹിൽ ഉണ്ടല്ലോ, ഫൈദ ഫറഗത്ത് ഫൻസബ് വൈല റബ്ബിക ഫർഗബ്. അതായത് ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക, നിന്റെ നാഥനിലേക്ക് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ആ ഒരു ആയത്തിനെ അർത്ഥവത്താക്കുന്ന ഒരു രീതിയിലായിരുന്നു അബിക്ക എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള ആ ഒരു ഇതിലാണ്. അത് കഴിഞ്ഞാലും വേറെ എന്തൊക്കെയോ പറയും. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ, അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും തന്നെ ഹിഫ്ള് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഞാനും പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ അൽബക്കറയിൽ കുറച്ച് തുടങ്ങി നോക്കിയിട്ടുണ്ട്, പിന്നെ അമ്മ ജുസ് എന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ട്, ഇടയിലുള്ള സൂറത്തുകൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് തോന്നല് ചെറുപ്പത്തിൽ പഠിച്ചാലേ കിട്ടൂ, വലുതാവുമ്പോൾ മറന്നു പോകുന്നു എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഒരു കോൺഫിഡൻസും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പൊ ചെറിയ മോനും ഹിഫ്ള് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനൊരു 1.5 മാസമായി. അപ്പോഴേക്കും ഒരു ജുസ് ഇപ്പോ തീരാനായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലൊക്കെ സമയം കണ്ടെത്തി കൂടുതലായിട്ട് പഠിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പോലെ നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കട്ടെ. ആമീൻ ആമീൻ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും. ഇനി ആരെങ്കിലും ഉണ്ടോ അളിയനുണ്ട് അവിടെ. സംസാരിക്കാൻ? ഓക്കെ, അതെ, അളിയന് അൺമ്യൂട്ട്, ഫോണ് മ്യൂട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഞാൻ അബൂബക്കർ, ഹബീബിന്റെ സഹോദരി ഭർത്താവാണ്. പെരുമ്പടത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഹബീബിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രതീക്ഷകളൊക്കെ മറികടന്ന് ആള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഹബീബിനെ വാടാനപ്പള്ളിയിൽ ചേർക്കുമ്പോ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഉപ്പ തഹസീൽദാറായിരുന്നു. ആ ഒരു കാറ്റഗറിയിലേക്കെങ്കിലും ഹബീബ് എത്തണം എന്നായിരുന്നു ഞങ്ങളൊക്കെ ഒരു പ്രതീക്ഷ, കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ. പക്ഷെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് അതിനൊക്കെ മറികടന്ന് രാജ്യ തലസ്ഥാനത്ത് നല്ല ഒരു പേര് സമ്പാദിക്കുവാൻ ഹബീബിന്റെ ഈ പരിശ്രമം വിജയിച്ചിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തിന്റെ മൊത്തം ആ സന്തോഷം ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ 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 അലാ കുല്ലി ഹാൽ. ഇനി അദ്ദേഹത്തിന് അള്ളാഹു ഏറ്റവും ഉയർന്ന ഒരു പദവിയിൽ എത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ്. കുടുംബത്തിനും സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും ഒരു മുതൽക്കൂട്ടായി ഹബീബ് ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എല്ലാവിധ ആശംസകളും ഹബീബിന് അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹ്. ഇനി ആരെങ്കിലും സംസാരിക്കുന്നവരുണ്ടോ? അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? വലൈക്കും അസ്സലാം. ഓക്കെ. ഞാൻ ഇർഫാൻ, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അരീക്കോട് അടുത്ത് കാവലൂരാണ് സ്വദേശം. ഞാൻ ഫേസ്ബുക്കിലെ പോസ്റ്റ് റഹ്മത്തുള്ള മഗ്‌രിബ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. അതുപോലെ തന്നെ അത് അറിഞ്ഞ ഉടനെ ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിരുന്നു ഇദ്ദേഹത്തിന് എത്രയാണ് പ്രായം എന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞ 51, ഇങ്ങനെ ഇത്രത്തോളം ഏജ് ഉണ്ട് എന്നുള്ളത്. ഞാൻ ഉടനെ തന്നെ ആ മെസ്സേജ് എനിക്ക്
കിട്ടാവുന്ന അത്രത്തോളം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അതിങ്ങനെ വായിച്ചപ്പോൾ പിന്നെ ഒരു വിങ്ങൽ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ KC ഫൗണ്ടേഷനിൽ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഖുർആൻ പഠിക്കാൻ പോയതായിരുന്നു. ഒരു 10ഓളം ജ്യൂസ് പഠിച്ചു. പിന്നെ ശാരീരികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ വന്നിട്ട് മടങ്ങിയതാണ്. പക്ഷെ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാലും പിന്നെ അർത്ഥങ്ങൾ പഠിക്കാൻ ട്രൈ ചെയ്തു. പിന്നെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. അങ്ങനെ കുറെ പേര് അതിൽ പ്രചോദിപ്പിക്കാനും കുറെ സഹായങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും. പക്ഷെ പിന്നെയും ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് അതിനായിട്ട് പോയി ഇരിക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജോലി ചെയ്യണം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം, പഠനം കണ്ടിന്യൂ ചെയ്യണം. അതിനായിട്ടൊന്ന് മാറ്റി വെക്കുക എന്നുള്ള പോസിറ്റീവ്. നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചു, സമർപ്പിച്ചു, പലതും മാറ്റി വെച്ചു. നമ്മൾ അനിവാര്യമായി പോകണം എന്ന് കരുതുന്ന പലതിനെയും ഒരു ഹബീബ് സാഹിബ് പടച്ചോന് വേണ്ടിയിട്ടും ആ കലാമിന് വേണ്ടിയിട്ടും മാറ്റി വെച്ചു എന്ന് പറയുന്നത് അതിന് വല്ലാത്തൊരു നിശ്ചയദാർഢ്യം വേണം, വല്ലാത്തൊരു മനസ്സ് വേണം. അല്ലാതെ കഴിയില്ല. കാരണം നമ്മളെപ്പോലുള്ള ഏജിലുള്ള ആളുകൾക്കൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കുറേ സംഗതികൾ ചുറ്റിനുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വീണ്ടും ഇതിലേക്ക് തിരിയുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള പണിയാണ്. ഒരു ജിഹാദാണെന്ന് തന്നെ പറയാം. നേരത്തെ അദ്ദേഹത്തിന്റെ വൈഫോട് സംസാരിച്ചു. ഈ ഭൂമിയിൽ കൂടാൻ പറ്റാത്ത സൽക്കാരങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് പടച്ചോന്റെ സ്വർഗത്തിൽ വല്ലാത്ത സൽക്കാരങ്ങളായിട്ട് അവർക്ക് കിട്ടുന്ന തോന്നുന്നു. അല്ല, അങ്ങനെ തന്നെയാണത്. ഏതായിരുന്നാലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ജീവിതത്തിലെ ചിട്ട, സമയക്രമം, അത് പിന്നെ തീരുമാനിക്കുന്നത് ഉറച്ച് ഉള്ള തീരുമാനങ്ങൾ ഒക്കെയാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാനതിപ്പോ വീട്ടിൽ എത്തിച്ചേർന്നുള്ളൂ. എൻ്റെ വർക്കിംഗ് സ്പേസിൽ നിന്ന് ഞാൻ ഉപ്പ, ഉമ്മ, ഇത്താത്തമാർ ഇവർക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്താത്തയും പറഞ്ഞു എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ ഞാനത് തുടങ്ങി വെക്കും. ഈ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ എടുത്ത ഒരു ആഗ്രഹമാണ്. ഒരാൾ ഇപ്പൊ ഇത് പഠിക്കുന്നു, അതുപോലെ തന്നെ ഇത് പൂർത്തീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഇതില് ഒരു 10-60 ആളുകളൊക്കെ ജോയിൻ ചെയ്ത്, പക്ഷെ പല ആളുകൾക്കും ഇത് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഖുർആൻ പഠിച്ചോ സംരക്ഷിക്കും പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സംരക്ഷനാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ഒരുപാട് ആളുകൾ അത് ഏറ്റെടുക്കും ഇൻഷാ അല്ലാ. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങളാണ്. പഠിച്ച റബ്ബ് ആ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കത് നമ്മുടെ ലൈഫിൽ അതൊക്കെ തന്നെയല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. പഠിച്ച റബ്ബ് അത് പൂർത്തീകരിക്കാൻ, അതിനായി സമയം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് പ്രാർത്ഥനകൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരുപാട് പ്രാർത്ഥനകൾ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹ്സിൻ. ഞാൻ ജാമ്യ മില്ലയിൽ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ഹബീബ് സാർ എന്റെ ലോക്കൽ ഗാർഡിയൻ ആയിരുന്നു. നമ്മൾ ഹബീബ് ഖാന്നാ വിളിക്കുന്നത്. അപ്പോ എന്താണ്, ഒരുപാട് സന്തോഷം. ഞാൻ ആക്ച്വലി എന്റെ കുഞ്ഞിനെയും കൂടി നെബിലൈസേഷൻ ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. അപ്പൊ എന്തായാലും 2 വാക്ക് പറയാതെ പോകാൻ ഒരിക്കലും കഴിയില്ല. അത്രമേൽ പ്രിയപ്പെട്ട ആളാണ് ഹബീബ് ഖാന്റെ കുടുംബവും. അപ്പോ മാഷാ അല്ലാ, എനിക്ക് കുറച്ച് സമയം ഒരു ഇന്ററപ്ഷൻ വന്നു. അപ്പൊ സ്വലീത് സംസാരിക്കൊന്നും കേൾക്കാനും കഴിഞ്ഞില്ല. വാട്ടവർ, അച്ഛന്റെ വലിയൊരു അനുഗ്രഹം, വലിയൊരു തൗഫീക്ക്. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഹബീബ് സാർ അത്രമേൽ മാതൃകായോഗ്യനായ, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവരും പറഞ്ഞതിനേക്കാൾ അപ്പുറം ഒന്നും പറയാനില്ല. ആക്ച്വലി ഇതൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. കാരണം ഹബീബ് സാർ അല്ലെങ്കിൽ ഹബീബ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കൺസിസ്റ്റൻസി പേഴ്സോണിഫൈഡ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോ അത് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. മാഷാ, പടച്ചവന്റെ അപാരമായ തൗഫീക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാ അർത്ഥത്തിലും ഇരുലോകത്തും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എല്ലാവരോടൊപ്പം, അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഒക്കെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഹബീബായും സ്വാലിഹത്തായും കുടുംബം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെയും എന്റെ കുടുംബത്തിനെയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറകല്ലാഹ്. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാനേ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ലോക്കൽ ഗാർഡിയനാണ് ഹബീബ് ഖാൻ. ഞാൻ ജാമ്യ മില്ലിൽ പഠിച്ച ആളാണ്. ഹബീബ് ഖാന്റെ ഈ പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്കിങ്ങനെ എന്താ പറയാ, അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഹബീബ് ഖാൻ ഖുർആൻ മുഴുവൻ ഈ സമയത്ത് മനപ്പാടാക്കിയെന്നൊക്കെ പറയുന്നത് വലിയൊരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹം ഓൾറെഡി നമ്മളൊക്കെ ഏത് സമയത്ത് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആളാണ്. വീണ്ടും അദ്ദേഹത്തോടെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരാണ്. കണ്ടിട്ട് കുറെ ദിവസമായി, കുറെ കാലങ്ങളായി, വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും ആ ഒരു പ്രസന്നത, 51 വയസ്സിൽ നിന്നും നിങ്ങൾ എഴുതാനേ പാടില്ല അദ്ദേഹത്തെ കണ്ടവര്. ഒരിക്കലും അത് പറഞ്ഞിട്ട് തന്നെ തോന്നുള്ളൂ. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. ഒരുപാട് ഇൻസ്പിറേഷൻ.
ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈവൻ കോഴ്സിൽ പിന്നെ അഡ്വക്കേറ്റ് ആയിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിന്റെ എന്തായിന്ന് അറിയില്ല. അപ്പൊ ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. അത് മുഴുവനാക്കിയിട്ടുണ്ട്. LLB കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഇടയിൽ. കഴിഞ്ഞില്ലേ? മാഷാ അല്ലാ, മാഷാ അല്ലാ. അത് അന്ന് ആ സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ച് നമ്മൾ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഹബീബ് ഖാൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലായിടത്തും എത്തുന്ന അതിന് ഓർഗനൈസിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളൊരു വലിയ ഒരു മാതൃകാ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു നേട്ടത്തിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട ഉടനെ ചാടി കയറിയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടതിലും ഈ ഒരു നേട്ടത്തിലൊക്കെ ഒരുപാട് സന്തോഷം. വീണ്ടും വീണ്ടും ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ബറകല്ലാഹ്. ഓക്കെ, നമുക്ക് ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാ. അലൈക്കും. എൻ്റെ പേര് ഷർനാസ് മുത്തു. ഞാൻ ഹബീബ് ഖാന്റെ സ്റ്റുഡൻ്റ് ആണ്. ഹബീബ് ഖാൻ ആരുടെ അണ്ടറിൽ PhD കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവിധ ആശംസകളും ഹബീബ് ഖാക്കും ഫാമിലിക്കും. സത്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മള് ഹബീബ് ഖാൻ ഖുർആൻ പഠിച്ചു എന്നുള്ളത് ഹബീബ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഹബീബ് ഖാന്റെ കൂടെ പല അക്കാദമിക് സെമിനാറുകളിലും മറ്റും പങ്കെടുത്ത ആളാണ്. അപ്പൊ ഏതൊരു സെമിനാർ, വർക്ക്ഷോപ്പ്, എന്ത് സാധനം ഉണ്ടെങ്കിലും അവിടെ ഹബീബ് ഖാൻ ഒരു ഖുർആനായത്തും അതിന്റെ വിശദീകരണവും പറയാതെ ഇറങ്ങില്ലായിരുന്നു. അതാണ് ഹബീബ് ഖാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏതൊരു വ്യക്തിനെ കാണുകയാണെങ്കിലും അവിടെ എന്താന്ന് വെച്ചാൽ ഖുർആനായിട്ട് ഡയറക്റ്റ് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുമോ, ഇന്ന ആളോട് ഇപ്പൊ ഇത് ഖുർആൻ പറയാൻ പറ്റുമോ എന്നാലോചിക്കും. പക്ഷെ ഹബീബ് ഖാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ഒളിമറ ഇല്ലായിരുന്നു. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എന്താ പറയാ, എല്ലാ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അത്രയ്ക്കും വന്നിരുന്നു എന്നുള്ളതാണ് ഹബീബ് ഖാന്റെ ഒരു പ്രത്യേകത. വല്ലാതെ ഒരു ആകർഷിച്ച ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഏത് സോകോൾഡ് സെക്യുലർ സദസ്സിൽ ചെന്നാലും ഹബീബ് ഖുർആൻ പറയും. അത് ആരുടെ മുന്നിലാണെങ്കിലും ഖുർആൻ അത്രയ്ക്കും വിശദീകരിച്ച് നല്ല രീതിയിൽ പറയായിരുന്നു. അതാണ് എനിക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് പറഞ്ഞത്. എല്ലാവിധ ആശംസകളും. ബറകല്ലാഹ്. ഹബീബ് സാറ് ഇനി നിങ്ങളുടെ അനുഭവങ്ങളും മറുപടിയൊക്കെ പറയും. അവസാനിപ്പിക്കാം, നമുക്ക് ഒരു മണിക്കൂറിലധികമായി. അസ്സലാമലൈക്കും. റബീഉൽ അവ്വലാണ് നമ്മള് നബിറാൻ എന്തായാലും ഇതുകൊണ്ട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് എന്നാണ് വളരെ സന്തോഷം. കാരണം കുറച്ച് മോഡലായാലും പ്രശ്നമില്ല. കുറെ ആളുകൾ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ അതിന്റെ ലിങ്കും ഡീറ്റെയിൽസും ബ്രോഷറും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അൽഹംദുലില്ലാ അത് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളെ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടായ ഈ സദസ്സിൽ ഉമ്മാനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട്, ശരിക്കും എനിക്ക് ഈ ഇൻസ്പിറേഷൻ ഉമ്മ തന്നെയാണ്. അപ്പൊ ഉമ്മയുടെ ഈ രാത്രി പാതിരാക്ക് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കറണ്ട് ഇല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഇരുന്നിട്ട് ഓതണ ഒരു ഉമ്മയുടെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞിട്ടുണ്ട്. അതിലിപ്പം മരിക്കാൻ കിടക്കുമ്പോഴാണെങ്കിലും മുസാഫിന്റെ ഉള്ള മാർക്ക് നമ്മളെ മുസാഫിന്റെ വെപ്പൊക്കെ എവിടെ നിന്ന് ചോദിക്കുക, എൻ്റെ അടുത്ത് ഖുർആൻ ഓതി തരായോ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ എഫേർട്ട് പഠിച്ചവൻ വിജയിപ്പിച്ചത് ഉമ്മാക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കണം. അതുപോലെ ഈ ഇതില് ഉസ്താദ് അഹമ്മദ് അത്തിയ, ഉസ്താദ് റഹ്മത്തുള്ള മൗലവി, അതേപോലെ മന്നാൻ സാഹിബ് ആണ് ഇതിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു മോട്ടിവേഷനും. അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം മൂപ്പരെ കാണുമ്പോഴത്തേന് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കണം എന്നുള്ള ഒരു തോന്നല്. അതേപോലെ ഒരു ഡോക്ടർ മുഷ്താഖ് ഉണ്ട്, നമ്മള് പള്ളിയിൽ 10 എത്തിക്കാഫ് ഇരുന്ന സമയത്തൊക്കെ മൂപ്പരായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പിന്നെ ഓതാനൊക്കെ. അന്നാകുമ്പോ പിന്നെ 24 hours നമുക്ക് ഇതിന് ടൈം കിട്ടും. ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. പിന്നെ ഇതിലിപ്പോ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രാർത്ഥനയിലുള്ള ഒന്നും കൂടി
സംഗതിയാണ് ഈ ഒരു പറ്റുന്നതിന് ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥന അങ്ങനെ കുറച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിപ്പോ വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും കുടുംബമാണെങ്കിലും വേറെ ഒരുപാട് ഒന്നോടെ നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിനായിട്ടുള്ള ഒരു ക്രെഡിറ്റ് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇനിയും പറ്റില്ല അതൊക്കെ നടക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ ചില ഇതുകളുണ്ട്. ഞാൻ ഈ വാടകപ്പള്ളിയിലെ അതുപോലെ രാവിലെ ഈ ഒക്കെ ഓടാൻ പോവുകയൊക്കെ ചെയ്യായിരുന്നു. മാരത്തോൺ ഓടില്ല. ഡൽഹിയിൽ വന്നായാലും ഞാൻ കുറച്ച് മാരത്തോണുകളൊക്കെ ഓടി. ഇപ്പൊ അടുത്ത മാസം ഓടുന്നുണ്ട്. മാരത്തോൺ പറഞ്ഞാൽ ആദ്യമൊക്കെ ആ മാരത്തോൺ മറ്റേ ഇതാണ് 21 കിലോമീറ്റർ 40 കിലോമീറ്റർ. എന്തായാലും അത് ഓടുമ്പോൾ നമ്മള് 21 കിലോമീറ്റർ ഓടണല്ലോ നമ്മൾ ആലോചിക്കാറില്ല. അത് ആ മരം വരെ ഓടണോ അല്ലെങ്കിൽ ആ വളവ് വരെ ഓടണോ എന്നൊക്കെ ആലോചിക്കാറുള്ളൂ. അപ്പൊ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത വളവ് വരെ അല്ലെങ്കിൽ അടുത്ത വളവ് വരെ അല്ലെങ്കിൽ ആ രണ്ടാൾക്കാരെ മറിച്ച് കിടക്കണം എന്നൊക്കെ ചെറിയ ചെറിയ ടാർഗറ്റുകളാണ് നമ്മൾ പിന്നെ അങ്ങനെ എത്തിക്കണത് എന്നുള്ളതാണ്. ഇപ്പോ ഈ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ അതിന്റെ കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാൻ വോയിസ് ബ്രേക്ക് ആണ് സാർ. മാസം 24-ാം തീയതി. അപ്പൊ ഒന്ന് ഞാൻ ഇന്നലെ ഞാൻ 23-ാം തീയതി കണ്ടൊക്കെ കേട്ടു. അതിന്റെ രണ്ടാമത്തെ എന്തോ ഒരു പ്രശ്നം ഉണ്ടോന്ന് ഞാൻ 22-ാം തീയതി ഞാൻ 22-ാം തീയതി കേൾക്കും. 23-ാം തീയതി 23-ാം തീയതി കേൾക്കും. പിന്നെ മൊബൈലിൽ നിന്ന് ഒന്ന് പിടിച്ചു നോക്കി. ഇതില് വോയിസിന് എന്തോ ഒരു പ്രശ്നം. വൈഫിന്റെ മൊബൈലിന്റെ അവിടെ നിന്ന് സംസാരിച്ചു നോക്കി. അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ മൊബൈൽ വെച്ചിട്ട് പറയാനുള്ളത് ആൾക്കാർ ക്ലിയർ ആയിട്ട് കേൾക്കേണ്ടതാണ്. അതുകൊണ്ടാ. പോയോ? ഓക്കെ. ഓക്കെ. ഉണ്ടോ? കേൾക്കാം. ക്ലിയർ ആണ്. പ്രാർത്ഥന മുതൽ വോയിസ് ബ്രേക്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞത് അതായത് ഒരുവിധം ഞാൻ ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പല സംഗതികളും പടച്ചവന് എനിക്ക് നിറവേറ്റി തന്നെ. ഏതാണ്ട് എല്ലാം തന്നെ പടച്ചവൻ നിറവേറ്റി തന്നിട്ടുണ്ട്. ഹജ്ജിന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് 5 പൈസ ഉണ്ടായിരുന്നില്ല, കടം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രാർത്ഥിച്ച് ഇപ്പൊ നേരത്തെ സംസാരിച്ച ബക്കറളിയൻ അതിലൊരു വലിയ എന്തായിരുന്നു മോട്ടിവേഷൻ ആയിരുന്നു, ഒരു കാരണമായിരുന്നു അത് നടക്കാനുള്ള. എന്തായാലും പ്രാർത്ഥിച്ച സംഗതികളൊക്കെ പടച്ചവന് ഒരു മിറാക്കിൾ പോലെ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന ഉള്ളത് അതിനെ ഒന്നുകൂടി എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചതൊക്കെ നടക്കുമെന്നുള്ളൊരു ഇത് നമ്മളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനും ഈ ഇന്നത്തെ ദിവസവും എനിക്ക് പ്രചോദനം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെച്ചിട്ടാണ് നമുക്ക് വലിയ കാര്യങ്ങൾ നേടാൻ പറ്റുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മാരത്തോൺ ഓടലുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത ഈ മാർച്ചിൽ ഞാൻ ഓടുന്നുണ്ട്, അടുത്ത മാസം ഒന്ന് ഓടുന്നുണ്ട്. അപ്പോ ഈ മ്യൂട്ടായി പോയല്ലോ. അപ്പോ ചെറിയ ടാർഗറ്റുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ വലിയ കാര്യങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ലൂസിരി യൂസറ എന്നുള്ളത് അത് എനിക്ക് വലിയൊരു സംഗതിയാണ്. അതായത് ആരോ അതിന് വിശദീകരണം പറഞ്ഞു, ലൂസിരി യൂസറ എന്നാ പറഞ്ഞുള്ളത്. പ്രയാസത്തിന്റെ ഒപ്പം ലൂസിരി യൂസറ എന്നല്ല പറഞ്ഞുള്ളത്. പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട് എന്നല്ല പറഞ്ഞുള്ളത്, പ്രയാസത്തോട് കൂടെ തന്നെ എളുപ്പം വരുന്നുണ്ട്. അതായത് നമ്മൾ ഇഫില് 2 പേജ് 3 പേജ് പഠിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ പേജ് മുതൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് അത് തോന്നും. ഇത് ഓടിക്കൊണ്ടിരുന്നാൽ ആ ഓട്ടം തന്നെ ഒരു ഈസി ആയിട്ട് ടഫ് ഗെറ്റ്സ് ഗോയിങ് എന്നുള്ള ഒരു സംഗതി അതിൽ വരും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ നിലവിൽ ഈ ഹിഫില് പഠിച്ചത് കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 1-2 സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ
ഞാൻ ഡെയിലി ഒരു ജുസെങ്കിലും ഖുർആൻ 1-2 തവണ കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. നടക്കാൻ പോകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ട് 2 തവണയെങ്കിലും ഞാൻ ഒരു ജുസ് കേൾക്കും. ഇപ്പോൾ 22-ാം തീയതി 22ാമത്തെ ജുസ്, 23-ാം തീയതി 23ാമത്തെ ജുസ്, അങ്ങനെ അത് കേട്ടിട്ടുള്ള ഒരു തഴക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പള്ളിക്കലത്തെ ഇമാമുണ്ട്, മൂപ്പര് നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ട്. അതായത് സുബഹിക്ക് ശേഷം 1-2 പേജ് മൂപ്പർക്ക് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ള, മൂപ്പരും വലിയ താല്പര്യത്തിൽ അത് അഗ്രി ചെയ്തിരുന്നു. കാരണം മൂപ്പര് ഇതിലൊക്കെ ഒരു ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അതേപോലെ ഷർനാസ് പറഞ്ഞ പോലെ എനിക്ക് ഈ കണ്ടംപററി ഇഷ്യൂസിലൊക്കെ ഖുർആനിക വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. അതിനു വേണ്ടി തഫ്സീറൊക്കെ വായിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും ഒരിക്കൽ കൂടി ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് ഇത് തുടക്കമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കലാമിനെ മുറുകെ പിടിക്കാനും അത് തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും ഹിഫ്ള് മരണം വരെയും അതിനുശേഷം നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വയസ്സ് ഒരു പ്രശ്നമേ അല്ല. എല്ലാവർക്കും ഏത് പ്രായത്തിലും ഖുർആൻ പഠിക്കാം. നമ്മളുടെ അടുത്ത് തന്നെ ഇപ്പോൾ 60s ഉള്ള ആളുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഹബീബ് സാറിൻ്റെ ഉദാഹരണത്തിൽ എനിക്ക് തോന്നിയ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. ഇത്രയും കാലത്തിനിടക്ക് ഈ 100 ചില്ലാനം ആളുകളെ സ്റ്റുഡൻസ് വന്നു പോയിട്ടുണ്ട്. അതിനകത്തൊക്കെ തോന്നിയത് അതല്ല, അതിൽ കൂടുതലുണ്ടാവും, 200-ലധികം സ്റ്റുഡൻസ് ഉണ്ടാവും. എല്ലാവരും പെട്ടെന്ന് നിർത്തിപ്പോവും. പക്ഷെ ഹബീബ് സാഹിബിൻ്റെ കാര്യത്തിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമായിരുന്നു. അദ്ദേഹം പഠിച്ചാലും ഇല്ലെങ്കിലും ജോയിൻ ചെയ്യും, എന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. ഓൺലൈനിൽ ഇരുന്നിട്ട് അവിടെ പഠിച്ചിട്ട് ഓതി തന്നിട്ടേ പോവുള്ളൂ, പറ്റുന്ന പരമാവധി. ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാനുള്ളത് അങ്ങനെയാണ്. പഠിച്ചാലും ഇല്ലെങ്കിലും ജോയിൻ ചെയ്യുകയും, ഈ 4 ദിവസം ആണ് ക്ലാസ് ഉള്ളത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ത്യൻ സമയം 9 മണിക്ക് മുതൽ 10 മണി വരെ. ആ സമയത്ത് അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ ഇരുന്ന് പഠിച്ചിട്ട് അരപ്പേജെങ്കിൽ അരപ്പേജ്, അല്ലെങ്കിൽ എന്താണോ റിവിഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ ഇങ്ങനെ തീരും. അപ്പോൾ മാരത്തോൺ ഓടുമ്പോൾ ഇത്രയും അധികം 10 കിലോമീറ്റർ ഒന്നും ഓടാനുണ്ടെന്ന് നോക്കാതെ ഈ വളവ് വരെ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത വളവ്, അങ്ങനെ, അതായത് നമുക്ക് ഇത്രയേ ഉള്ളൂ, ഈ സൂറത്ത് കഴിഞ്ഞ് അടുത്ത സൂറത്ത് അങ്ങനെ പോയാൽ വേഗം പഠിച്ചെടുക്കാവുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസാനം നൽകിയതാണ്. അതിന് മുമ്പ് നൽകിയ തൗറാത്തും ഇഞ്ചീലും സബൂറും 3 കൂട്ടിയാലും അതിനേക്കാൾ കൂടുതലുണ്ട് ഖുർആൻ എന്നാണ് പറയാറുള്ളത്. അല്പമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ അത് ഹാഫിലിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് പഠിക്കാൻ ഒരു പ്രചോദനമാവട്ടെ. അള്ളാഹുവിൻ്റെ കലാമ് എല്ലാവർക്കും പഠിക്കാൻ ഒരു പ്രചോദനമാവട്ടെ. ദിക്ർ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം അതാണ്, ഖുർആൻ പഠിപ്പിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളുടെ എല്ലാ വെബ്സൈറ്റിലും എല്ലാ പേജുകളിലും നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഉത്തമരാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും ഏറ്റവും ഉത്തമരാവാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എല്ലാവരെയും ഏറ്റവും ഉത്തമരാക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഖുർആനിൽ ചോദിച്ച പോലെ വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി, ഓർക്കാൻ ഖുർആൻ വളരെ എളുപ്പമാക്കിയിരിക്കുന്നു നാം. വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്ർ, ഖുർആൻ ഓർത്തു വെക്കാൻ വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. ഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലും ഓർക്കുന്നവരായിട്ടുണ്ടോ? റെഡി ഉണ്ടോ? എന്നാ പോരി. അത് വളരെ എളുപ്പമായിട്ട് അള്ളാഹു തന്നെ എളുപ്പമാക്കി വെച്ചിട്ടുള്ളതാണ്. സാഹിബോട് വിശദീകരിച്ച് അള്ളാഹു വളരെ എളുപ്പമാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളതാ പറഞ്ഞത്, ഏറ്റവും ഉത്തമരാവാനും അള്ളാഹുവിൻ്റെ കലാം ഏറ്റവും എളുപ്പമാക്കി വെച്ച ആ കലാം ഓർത്തു വെക്കാനും വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ വിളിക്കുകയാണ്. ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുദ്ദക്കിർ ഉണ്ടെങ്കിൽ വരാം എന്ന്, ഇതിൽ നിന്നല്ല നിങ്ങളുടെ കുടുംബത്തിലോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്നാൻ ഉസ്താദിനെ ക്ഷണിക്കുകയാണ്. അദ്നാൻ ഉസ്താദ് ദുആയോടുകൂടി വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അധികം നീട്ടുന്നില്ല. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇത് ഖത്തമുൽ ഖുർആൻ അല്ല, ശരിക്ക് ഇബ്ദാണ്, ഇതൊരു തുടക്കമാണ്. ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു തുടക്കമാണ്. അത് ഹിഫ്ളില് ഹബീബ് സാഹിബ് വളരെ ഭംഗിയായിട്ട് അൽഹംദുലില്ലാഹ് അത് നിർവഹിച്ചു. അത് ഇനി അദ്ദേഹത്തിന് നിലനിർത്തുക, അദ്ദേഹത്തോടൊപ്പം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകുക എന്നുള്ള 1-2 സംഗതികളാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും ഖുർആന്റെ വെളിച്ചം, നേരത്തെ ഉസ്താദ് പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ,
അതിൽപ്പെടുന്ന ഉത്തമരായ ആൾക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രധാനമായിട്ടും ഈ ഖുർആൻ നിലനിർത്തുന്നവരുടെ ഹിഫാളിങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അതിന് നാളെ മഹ്ശറയിൽ ഉന്നത പദവി നൽകുന്നവരായിട്ടുള്ള മുഅ്മിനീങ്ങളെ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ارحمنا بالقرآن واجعله لنا إماما نورا هدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوة آناء الليل وأطراف النهار واجعله حجة لنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. آمين آمين. بارك الله فيك إن شاء الله.